മലയാള സിനിമയിലെ ജനപ്രിയ നടൻ ദിലീപിന്റെ സ്വകാര്യ ജീവിതം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനവും കാവ്യ മാധവനുമായുള്ള രണ്ടാം വിവാഹവുമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഞ്ജു വാര്യരുമായി വേർപിരിഞ്ഞതിനു ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ദിലീപ് മുൻപ് ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നതിന് മുൻപാണ് ഈ അഭിമുഖം നടന്നത്. വിവാഹമോചനത്തിന് കാരണക്കാരി കാവ്യ മാധവനാണെന്ന തരത്തിൽ പ്രചരിച്ച ഗോസിപ്പുകളെ കുറിച്ച് ദിലീപ് അഭിമുഖത്തിൽ പ്രതികരിച്ചു. കാവ്യയുമായുള്ള തന്റെ പേര് ചേർത്ത് ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായെന്ന് ദിലീപ് പറഞ്ഞു. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പാവമായ പെൺകുട്ടികളിൽ ഒരാളാണ് കാവ്യയെന്നും തന്റെ പേരിൽ അവൾ ബലിയാടാകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയൻതാര, മംത, അമല പോൾ, മീര ജാസ്മിൻ തുടങ്ങിയ സുഹൃത്തുക്കളെ പോലെ തന്നെ തന്നോട് ഏറ്റവും അടുപ്പമുള്ള സുഹൃത്താണ് കാവ്യയെന്നും ദിലീപ് പറഞ്ഞു. മഞ്ജു വാര്യരുമായുള്ള ബന്ധം പിരിയാനുള്ള കാരണം കാവ്യയല്ലെന്നും അതൊരു വ്യക്തിപരമായ തീരുമാനമാണെന്നും ദിലീപ് വ്യക്തമാക്കി. ആരും മരിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. മഞ്ജു വാര്യർ തന്റെ മകൾ മീനാക്ഷിയുടെ അമ്മയാണെന്നും മികച്ചൊരു നടിയാണെന്നും ആ ഒരു ബഹുമാനം താൻ മഞ്ജുവിന് എപ്പോഴും നൽകുമെന്നും ദിലീപ് പറഞ്ഞു. വിവാദങ്ങൾ ഉണ്ടാക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഞ്ജു വാര്യരുമായുള്ള വേർപിരിയലിന് ശേഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം മകൾ മീനാക്ഷിയാണെന്ന് ദിലീപ് പറഞ്ഞു. ഇപ്പോൾ മകൾക്ക് അച്ഛനും അമ്മയും താൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെ കൂടുതൽ വഴക്കു പറയാൻ തനിക്ക് കഴിയില്ല. എന്തെങ്കിലും വിഷമമുണ്ടായാൽ അവളെ ആശ്വസിപ്പിക്കാൻ താൻ തന്നെ പോകണമെന്നും ദിലീപ് ഓർമ്മിച്ചു. തന്റെ ജീവിതത്തിലെ പുതിയ റോളുകളെക്കുറിച്ച് അദ്ദേഹം അഭിമുഖത്തിൽ വാചാലനായിരുന്നു. തന്റെ പിതാവിനെക്കുറിച്ചും ദിലീപ് വൈകാരികമായി സംസാരിച്ചു. അച്ഛന്റെ വേർപാട് വലിയൊരു ശൂന്യതയാണ് ഉണ്ടാക്കിയത്. താൻ കുടുംബത്തിലെ മൂത്ത മകനായതുകൊണ്ട് സങ്കടം വരുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അച്ഛന് മദ്യപാനം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പുറത്തു പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വല്ല വിളിയും വരുമോ എന്ന് താൻ ഭയപ്പെട്ടിരുന്നതായും ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. എങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അച്ഛൻ നൽകിയ ഉപദേശങ്ങൾ ജീവിതത്തിൽ വലിയ കരുത്തായെന്നും അദ്ദേഹം ഓർത്തെടുത്തു. ദിലീപിന്റെ ഈ പഴയ അഭിമുഖം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് അദ്ദേഹത്തിന്റെ കരിയറിലെ തിരിച്ചുവരവിന്റെ ശ്രമങ്ങൾക്കിടയിലാണ്. സ്വകാര്യ ജീവിതത്തിലെ പ്രതിസന്ധികളെയും വിവാദങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ദിലീപിന്റെ വാക്കുകൾ ആരാധകർക്കിടയിൽ ഇപ്പോഴും താല്പര്യമുണർത്തുന്നു. എന്തായാലും മഞ്ജു വാര്യരുമായുള്ള പ്രശ്നത്തിന് കാരണക്കാരി കാവ്യ അല്ല എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു ഇതിലൂടെ ദിലീപ് ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കാവ്യയുമായുള്ള ദിലീപിന്റെ വിവാഹം നടന്നതും ഈ അഭിമുഖങ്ങളൊക്കെ തന്നെ വീണ്ടും ചർച്ചയായി മാറുന്നതും.